ടു SR ടിപ്സ് ഫോർ യു. വീണ്ടും ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുകയാണ്. എൻ്റെ പേര് ജോസ്മി. അതായത് ഇന്ന് നമ്മൾ വീണ്ടും അക്കൗണ്ട്സിൻ്റെ തന്നെ തേർഡ് പാർട്ടായ ട്രയൽ ബാലൻസ് ആണ് പഠിക്കുന്നത്. അതായത് ഫസ്റ്റ് നമ്മൾ പഠിച്ചു ജേണൽ എൻട്രി എങ്ങനെ പോസ്റ്റ് ചെയ്യാം, എന്താണ് ജേണൽ എൻട്രി എന്നൊക്കെ. സെക്കൻഡ് നമ്മൾ ജേണൽ എൻട്രിയിൽ നിന്ന് നമുക്ക് എങ്ങനെ ലെഡ്ജറിലേക്ക് സോർട്ട് ഔട്ട് ചെയ്തെടുക്കാം, എന്താണ് ലെഡ്ജർ എങ്ങനെ എളുപ്പത്തിൽ പോസ്റ്റ് ചെയ്യാമെന്ന്. ഇനി ഇതിന്റെ തേർഡ് സ്റ്റേജ് ആണ് ട്രയൽ ബാലൻസ്. ഈ പറയുന്ന സ്റ്റേജുകളെല്ലാം നമ്മുടെ ഒരു സ്ഥാപനത്തിന്റെ അല്ലെങ്കിൽ നമ്മൾ വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തിന്റെ അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന ഫിനാൻഷ്യൽ പൊസിഷൻ കണ്ടുപിടിക്കാൻ സഹായിക്കുന്ന അല്ലെങ്കിൽ പൊസിഷൻ കണ്ടുപിടിക്കുന്നതാണ്. അപ്പം തേർഡ് സ്റ്റേജ് ആയ ട്രയൽ ബാലൻസിലേക്ക് നമുക്ക് പെട്ടെന്ന് തന്നെ പോകാം. ഈ ട്രയൽ ബാലൻസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമോ? ഈസി ആയിട്ട് പറഞ്ഞാൽ ട്രയൽ ബാലൻസ് എന്ന് പറഞ്ഞാൽ അരിത്തമെറ്റിക്കൽ ആക്യുറസി എന്നാണ്. ഒരു സ്ഥാപനത്തിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഒരു ലെഡ്ജറിൽ നിന്ന് വരുന്ന ബാലൻസിന്റെ അരിത്തമെറ്റിക്കൽ ആക്യുറസിയാണ്. അതായത് ശരിക്കും നമ്മൾ ലെഡ്ജറിലോ ജേണലിലോ എന്തെങ്കിലും എറേഴ്സ് സംഭവിച്ചിട്ടുണ്ടോ എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. ട്രയൽ ബാലൻസ് ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. അതായത് ട്രയൽ ബാലൻസ് എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. അതിന്റെ ഏറ്റവും സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ട്രയൽ ബാലൻസ് ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. അതായത് അരിത്തമെറ്റിക്കൽ ആക്യുറസി കണ്ടുപിടിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ്. ഇങ്ങനെയാണ് ട്രയൽ ബാലൻസിനെ ഏറ്റവും സിമ്പിൾ ആയിട്ട് പറയുന്നത്. ഇനി എങ്ങനെയാണ് ട്രയൽ ബാലൻസിലേക്ക് നമ്മൾ പോസ്റ്റിംഗ് നടത്തുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ട്രയൽ ബാലൻസിലേക്ക് കൺവേർട്ട് ചെയ്യപ്പെടുന്ന ലെഡ്ജറിൽ നിന്ന് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലെഡ്ജറിന്റെ ബാലൻസ് എമൗണ്ട് ആണ് ട്രയൽ ബാലൻസിലേക്ക് പോസ്റ്റിംഗ് ആവുന്നത്. അതായത് ജേണൽ എൻട്രിയിൽ നമ്മൾ ഡെയിലി ട്രാൻസാക്ഷൻ ജേണലൈസ് ചെയ്ത് അല്ലെങ്കിൽ ജേണൽ എൻട്രി എഴുതി കഴിഞ്ഞാൽ അതിൽ നിന്ന് നമ്മൾ ഓരോന്ന് സെപ്പറേറ്റ് ചെയ്ത് സോർട്ട് ഔട്ട് ചെയ്തെടുത്ത് അതിനെ ഓരോന്നിൻ്റെയും സെപ്പറേറ്റ് ലെഡ്ജർ ആക്കി മാറ്റി അതിൻ്റെ അതായത് നമ്മൾ ചില സ്ഥാപനങ്ങൾ 6 മാസം കൂടുമ്പോൾ ഫിനാൻഷ്യൽ പൊസിഷൻ അറിയാൻ വേണ്ടിയിട്ട് ചെയ്യാറുണ്ട്. ചിലർ ഇയർലി ഓഡിറ്റിന് വേണ്ടിയിട്ട് ചെയ്യാറുണ്ട്. ചിലർ എല്ലാ ഇയർലി നിർബന്ധമായും ചെയ്യണം ഈ ട്രയൽ ബാലൻസ്. അതായത് ട്രയൽ ബാലൻസ് ചെയ്താൽ മാത്രമേ നമുക്കത് പ്രോഫിറ്റ് ആൻഡ് ലോസിലേക്ക് പോകാൻ പറ്റുള്ളൂ. പ്രോഫിറ്റ് ആൻഡ് ലോസിൽ നിന്നാണ് നമുക്ക് ബാലൻസ് ഷീറ്റിലേക്ക്. അങ്ങനെയാണ് നമ്മുടെ ഒരു ഫൈനൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് പൂർത്തിയാക്കുന്നത്. അതായത് ഒരു കമ്പനിയുടെ ഫിനാൻഷ്യൽ പൊസിഷൻ എന്താണെന്ന് അറിയണമെങ്കിൽ നമ്മൾ ഈ പറയുന്ന എല്ലാ ടേംസും കവർ ചെയ്ത് വരണം. പക്ഷെ ഇത് നമ്മൾ പഠിക്കുന്ന അതേപോലെ ഒന്നും ആവില്ല. നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി പല കാര്യങ്ങളും നമ്മൾക്ക് ചെയ്തു വരും. അതായത് സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് ചെയ്യുമ്പോൾ ഇതിൻ്റെതായ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലെങ്കിലും സോഫ്റ്റ്വെയറിലേക്ക് നമുക്ക് എത്തണമെങ്കിൽ അത് എന്താണെന്ന് അറിയണമെങ്കിൽ നമുക്ക് അതിൻ്റെ ബേസിക് ആയ കാര്യം അറിഞ്ഞിരിക്കണം. അതുകൊണ്ടാണ് ഇത് ഓരോ പാർട്ട് വൈസ് ആയിട്ട് പറഞ്ഞു തരുന്നത്. അപ്പം ലെഡ്ജർ പോസ്റ്റിംഗ് വളരെ സിമ്പിൾ ആയിട്ട് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. ലെഡ്ജർ പോസ്റ്റിങ്ങും ജേണലൈസിങ്ങും അറിയാത്ത ഒരാൾക്ക് ഒരിക്കലും ട്രയൽ ബാലൻസ് ഡയറക്റ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം ഇതിൻ്റെ ലെഡ്ജറിന്റെ ബാലൻസ് ആണ് ട്രയൽ ബാലൻസിലേക്ക് പോകുന്നത്. അപ്പോൾ ഇനി നമുക്ക് നമ്മൾ എന്താണ് ട്രയൽ ബാലൻസ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞു. ഇനി ട്രയൽ ബാലൻസിലേക്ക് ലെഡ്ജറിന്റെ ബാലൻസ് ആണ് നമ്മൾ പോസ്റ്റ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കി. ഇനി ട്രയൽ ബാലൻസിന്റെ ഒരു സ്ട്രക്ചർ ഒന്ന് നമുക്ക് മനസ്സിലാക്കാം. അതായത് ഡേറ്റ് ഓഫ് ട്രാൻസാക്ഷൻ, പർട്ടിക്കുലർ LF ലെഡ്ജർ ഫോളിയോ. അത് ഏത് ലെഡ്ജറിന്റെ ആണെന്ന് അറിയാണ്. ലെഡ്ജർ ഫോളിയോ, ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് എമൗണ്ട്. ഇതാണ് ഒരു ട്രയൽ ബാലൻസിന്റെ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ. അതായത് 5 കോളംസ് ആയിട്ട് ചെയ്യുന്ന ഡേറ്റ്, പർട്ടിക്കുലർ, LF അതായത് ലെഡ്ജർ ഫോളിയോ, ഡെബിറ്റ് ക്രെഡിറ്റ്. ഇങ്ങനെയാണ് 5. അതായത് ഡെബിറ്റ് എമൗണ്ട് ഫസ്റ്റ്, അത് കഴിഞ്ഞിട്ട് ക്രെഡിറ്റ് എമൗണ്ട്. അപ്പോൾ ഇനി ഇതിന് സംശയം വരുന്ന കാര്യമാണ്, ഇതിൽ ഏതാണ് ഡെബിറ്റ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഇതിൽ ഏതാണ് ക്രെഡിറ്റ് ചെയ്യേണ്ടത് എന്നൊക്കെയുള്ള സംശയമാണ് വരുന്നത് അല്ലേ. അപ്പം നമ്മൾ അസറ്റ്സിനെയൊക്കെ ഡെബിറ്റ് ചെയ്യണം, ലയബിലിറ്റിനെയൊക്കെ ക്രെഡിറ്റ് ചെയ്യണം. മനസ്സിലായോ? അതായത് അസറ്റ്സിനെ എല്ലാം ഡെബിറ്റ് ചെയ്യും, ലയബിലിറ്റിനെ എല്ലാം ക്രെഡിറ്റ് ചെയ്യും. ഇൻകത്തെയൊക്കെ ക്രെഡിറ്റ് ചെയ്യും, എക്സ്പെൻസ് ആൻഡ് ലോസ് എല്ലാം ഡെബിറ്റ് ചെയ്യും. ഓൾ എക്സ്പെൻസസ് ആർ ഡെബിറ്റ്. എല്ലാ എക്സ്പെൻസസുകളും ഡെബിറ്റ് ചെയ്യും. അതായത് എക്സ്പെൻസ് ആയാലും ലോസ് ആയാലും അതിനെ ഡെബിറ്റ് ചെയ്യും. ഓൾ അസറ്റ്സ് ആർ ഡെബിറ്റ്. എല്ലാ അസറ്റുകളും, അതായത് അസറ്റുകൾ ഏതൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞു തന്നു. ഇപ്പം പ്ലാന്റ് ആൻഡ് മെഷീനറി, ഫർണിച്ചർ, ബിൽഡിങ്, ലാൻഡ്. ഇപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് കാര്യങ്ങൾ ഡെബിറ്റ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞു. അതായത് അസറ്റ്സ് ഡെബിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ എക്സ്പെൻസസ് അല്ലെങ്കിൽ ലോസസ് ഇതൊക്കെ ഡെബിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്ക് നെക്സ്റ്റ് ആണ് ക്രെഡിറ്റ് ചെയ്യണം. ഓൾ ലയബിലിറ്റീസ് ആർ ക്രെഡിറ്റ്. അതുപോലെ തന്നെ എല്ലാ ഇൻകംസും, അതായത് കമ്പനിയിലേക്ക് വരുന്ന ഇൻകംസ് എല്ലാം ക്രെഡിറ്റ് ചെയ്യണം. ഉദാഹരണമായിട്ട് പറഞ്ഞാൽ ഡിസ്കൗണ്ട് റിസീവ്ഡ്. ഒരു കമ്പനിക്ക് ഡിസ്കൗണ്ട് കിട്ടുന്നത് അത് ഒരു ഇൻകം ആണ്.
ആ ഒരു ഇൻഡയറക്റ്റ് ഇൻകം ആണ്. അതിനെ നമ്മൾ എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. കമ്മീഷൻ റിസീവ്ഡ്, കമ്പനിക്ക് വരുന്ന എല്ലാ ഇൻകത്തെയും ലാബിലിറ്റിയെയും നമ്മൾ ക്രെഡിറ്റ് ചെയ്യും. ഇതാണ് ട്രയൽ ബാലൻസിന്റെ മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ. അതായത് ഇത്രയും പഠിച്ച ട്രയൽ ബാലൻസ് ആയി. ലെഡ്ജറിൽ നിന്ന് വരുന്ന ബാലൻസിനെ പോസ്റ്റ് ചെയ്യുന്നതാണ്. അതിൽ നമ്മൾക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ നമ്മൾ ഫൈൻഡ് ചെയ്ത് എടുക്കേണ്ടത് ഇതിൽ അസറ്റ്സ് ഏതാണ്, ലാബിലിറ്റീസ് ഏതാണ്, എക്സ്പെൻസ് ഏതാണ്, ഇൻകം ഏതാണെന്ന് അറിഞ്ഞാൽ മതി. അത്രയും മാത്രമാണ് നമുക്ക് ഇതിനകത്ത് മെയിൻ ആയിട്ട് അറിയേണ്ടത്. ഒന്നും കൂടി ഞാൻ പറയാം, ഒരിക്കൽ കൂടി ഞാൻ വ്യക്തമായിട്ട് പറയാം. കമ്പനിയിലേക്കുള്ള എല്ലാ അസറ്റ്സുകളും, അതായത് കമ്പനി ഫിക്സഡ് അസറ്റ് ആയാലും കറണ്ട് അസറ്റ് ആയാലും അതെല്ലാം ഡെബിറ്റ് ചെയ്യണം ട്രയൽ ബാലൻസിൽ. എല്ലാ ബാധ്യതകളും ലാബിലിറ്റീസും അത് ക്രെഡിറ്റ് ചെയ്യണം. എല്ലാ എക്സ്പെൻസസുകളും ലോസുകളും, അതായത് ചിലവുകളും നഷ്ടങ്ങളും ഡെബിറ്റ് ചെയ്യണം. അതുപോലെ എല്ലാ ഇൻകം ഓർ ഗെയിൻസ്, അതായത് കമ്പനിക്ക് ഉണ്ടാകുന്ന എല്ലാ വരുമാനങ്ങളും നേട്ടങ്ങളും അത് ക്രെഡിറ്റ് ചെയ്യണം. ഇനി ഇതിനകത്ത് എക്സ്ട്രാ പറയുന്നത് ഒരു ഡ്രോയിങ്സ്, ഒരു സംശയം വരാൻ സാധ്യതയുണ്ട്. ഡ്രോയിങ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ പാർട്ട്ണർഷിപ്പ് ആണെങ്കിൽ പാർട്ട്നേഴ്സ് അല്ലെങ്കിൽ കമ്പനിയുടെ ഓണർ വിഡ്രോ ചെയ്യുന്നതാണ്. അത് അദ്ദേഹത്തിന്റെ പേഴ്സണൽ പർപ്പസിന് വേണ്ടി വിഡ്രോ ചെയ്യുന്ന എമൗണ്ടിനെയാണല്ലോ ഡ്രോയിങ്സ് എന്ന് പറയുന്നത്. ഇപ്പൊ ഡ്രോയിങ്സ് എന്ന് മനസ്സിലാക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അതാണ്. അതായത് പേഴ്സണൽ പർപ്പസിന് വേണ്ടിയിട്ട് വിഡ്രോ ചെയ്യുന്ന എമൗണ്ട് ആണ് ഡ്രോയിങ്സ്, അല്ലെങ്കിൽ വിഡ്രോ ചെയ്യുന്ന എന്തോ അതാണ് ഡ്രോയിങ്സ് എന്ന് പറയുന്നത്. അത് കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ഒരു അസറ്റ് ആണ്. ക്യാപിറ്റൽ ലാബിലിറ്റി ആയതുകൊണ്ട് തന്നെ വിഡ്രോവൽ വരും, അതൊരു അസറ്റ് ആണ്. അത് മാറിപ്പോയത് ക്യാപിറ്റൽ ലാബിലിറ്റി ആയതുകൊണ്ട് ഡ്രോയിങ്സ് ലാബിലിറ്റി അല്ല. ഡ്രോയിങ്സ് എപ്പോഴും ഒരു അസറ്റ് ആണ്. അതുകൊണ്ട് ഡ്രോയിങ്സ് എപ്പോഴും കമ്പനിക്ക് അതായത് ട്രയൽ ബാലൻസിൽ ഡെബിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇപ്പം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. കാരണം ഞാൻ എന്തൊക്കെയാണ് ഡെബിറ്റ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ എന്തൊക്കെയാണ് ക്രെഡിറ്റ് ചെയ്യുന്നതെന്ന് വളരെ വ്യക്തമായി തന്നെ പറഞ്ഞു. ഏറ്റവും ലളിതമായ രീതിയിൽ തന്നെയാണ് പറഞ്ഞതെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. അക്കൗണ്ട്സുമായി ബന്ധപ്പെടുന്ന ഇതുപോലെ ബുദ്ധിമുട്ടെന്ന് തോന്നുന്ന, ചിലർക്കെങ്കിലും ബുദ്ധിമുട്ടായി തോന്നുന്നതും അല്ലെങ്കിൽ ചിലർക്ക് പഠിക്കാൻ ആഗ്രഹം ഉണ്ടായിട്ടും അയ്യോ ഇതൊക്കെ ഭയങ്കര ടഫാണെന്ന് വിചാരിക്കുകയും ചെയ്ത് ഇത് മാറ്റി നിർത്തപ്പെടുന്നവർക്കും മനസ്സിലാകുന്ന രീതിയിൽ ഏറ്റവും ലളിതമായ ഭാഷയിലാണ് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് ഇത് പ്രസന്റ് ചെയ്തതെന്ന് വിശ്വസിക്കുന്നു. ഇനി വീണ്ടും കാണുന്നത് വരെ ഒരു ഗുഡ് ബൈ. അപ്പോൾ ഞങ്ങളുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുവാനും സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കരുത്. നിങ്ങളുടെ സപ്പോർട്ടാണ് ഞങ്ങളുടെ വിജയം. അപ്പോൾ താങ്ക് യു.